ഹായ് ആൾ സൈറൻ ലേണിംഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ സ്കൂൾസ് ആൻഡ് പ്രമാണാസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. UGC നെറ്റിന്റെ ജനറൽ പേപ്പറിൽ 10 യൂണിറ്റുകളിലെ പ്രധാനപ്പെട്ട യൂണിറ്റ് ആണല്ലോ ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പൊ ലോജിക്കൽ റീസണിംഗിൽ രണ്ട് ലോജിക്കാണ് പറയുന്നത്. വെസ്റ്റേൺ ലോജിക്കും ഇന്ത്യൻ ലോജിക്കും ആണല്ലോ അതിലൊരു പ്രതിപാദ്യ വിഷയം എന്നുള്ളത്. അപ്പൊ ഒരു വെസ്റ്റേൺ ലോജിക്ക് കഴിഞ്ഞിട്ട് ആ സിലബസിന്റെ ഏറ്റവും ഒടുവിലെ ഭാഗം എന്നുള്ളത് ഇന്ത്യൻ ലോജിക്കിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ലോജിക്കിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഏറ്റവും ബേസിക് ആയി വരുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്കൂളുകളും അതുപോലെ തന്നെ 6 പ്രമാണാസും അതിൽ ഓരോ സ്കൂളുകളും ഏതൊക്കെ പ്രമാണാസാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം എന്നുള്ളത് ആ സിലബസിന്റെ ഇന്ത്യൻ ലോജിക്കിന്റെ സിലബസിൽ തുടക്കത്തിലൊരു ഭാഗമാണ്, ബേസിക് ആണ്. ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രധാനപ്പെട്ട സ്കൂളുകൾ 6 പ്രമാണാസ് ഉദാഹരണ സഹിതം ഓരോ പ്രമാണവും നമ്മൾ വിശദീകരിക്കും. അതിനപ്പുറം ഓരോ സ്കൂളുകളും അവർ ഏതൊക്കെ പ്രമാണാസ് ആണ് വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്നത്. ഇതിൽ ആദ്യം പറയുന്നത് എന്താണ് ഒരു പ്രമാണ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാണാസ് എന്ന് പറയുമ്പോൾ പ്രമാണ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് ഓഫ് നോളജിനാണ് പ്രമാണ എന്ന് പറയാം, അല്ലെങ്കിൽ മീൻസ് ഓഫ് നോളജിന് എന്ന് പറയാം. സോഴ്സ് ഓഫ് നോളജ് എന്നോ അല്ലെങ്കിൽ മീൻസ് ഓഫ് നോളജ് എന്നോ പറയാം. മീൻസ് ഓഫ് നോളജ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് നോളജ്. അപ്പൊ അതായത് ഒരു അറിവ് നമുക്ക് കിട്ടാനുള്ള അതിന്റെ മാധ്യമം, അതിന്റെ ഉറവിടം എന്ത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ വീടിന്റെ മുറ്റത്ത് ഒരു മരമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അറിവ് നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? ഞാനത് കണ്ടു എന്ന് പറയും. എന്റെ വീടിന്റെ മുമ്പിൽ മരമുണ്ട് എന്നൊരു കാര്യം ഞാൻ പറയുമ്പോൾ എനിക്ക് ആ അറിവ് കിട്ടിയത് അതിന്റെ മീൻസ്, അതിന്റെ മാധ്യമം എന്താണ്? ഞാനത് കണ്ടു എന്നുള്ളതാണ്. ഞാൻ നേരിട്ട് കണ്ടു, ഞാൻ പറയുന്നു അവിടെ മരമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതിനാണ് പ്രമാണാസ് എന്ന് പറയാം. നമുക്ക് ആ അറിവ് കിട്ടാനുള്ള അതിന്റെ മാധ്യമം ഏതാണ്, അതിന്റെ മീൻസ് ഏതാണ് എന്നുള്ളതിനാണ് പ്രമാണാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 6 പ്രമാണാസ് ഉള്ളത്. 6 പ്രമാണാസ് ഉള്ളത്. ഒന്നാമത് പ്രത്യക്ഷ പ്രമാണ, രണ്ടാമത്തത് അനുമാന പ്രമാണ, ഉപമാന പ്രമാണ, അർത്ഥപത്തി പ്രമാണ, അനുപലപ്തി പ്രമാണ, ശബ്ദ പ്രമാണ. ഇങ്ങനെ 6 പ്രമാണാസ് ഉള്ളത്. ഇതിൽ ഓരോന്നും നമുക്ക് ഉദാഹരണ സഹിതം എന്ത് ചെയ്യാം, വിശദീകരിക്കാം. ഒന്നാമത് പ്രത്യക്ഷ പ്രമാണ. പ്രത്യക്ഷ പ്രമാണ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് എന്നുള്ളത്, ഇത് ഇംഗ്ലീഷ് നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ പഠിക്കണം കേട്ടോ. ആ രീതിയിൽ ചിലപ്പോൾ പ്രത്യക്ഷ എന്നുള്ളത് കൊടുക്കൂല. ക്വസ്റ്റൽ എന്തുണ്ടാവുള്ളൂ, പെർസെപ്ഷൻ ഉണ്ടാവുള്ളൂ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ പ്രമാണയാണ്. അപ്പൊ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ പ്രമാണം. അതായത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെർസെപ്ഷനിലൂടെ കാണുക, അതിങ്ങനത്തെ സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ കാണുന്നു, നമ്മൾ തൊടുന്നു. അങ്ങനെ സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അടിസ്ഥാനമായിട്ട് നമുക്ക് കിട്ടുന്ന അറിവുകൾക്കാണ് പ്രത്യക്ഷ പ്രമാണ. ആ ഒരു മീൻസ് ഓഫ് നോളജ് നമ്മൾ പ്രത്യക്ഷ പ്രമാണ എന്ന് പറയും. അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ ഒരു മരമുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ എങ്ങനെയാണ് ഈ അറിവ് കിട്ടാനുള്ള കാരണം, അതിന്റെ മാധ്യമം എന്താണ്? ഞാൻ പറഞ്ഞു പ്രത്യക്ഷയാണ്. ഞാൻ കണ്ടു, ഞാൻ നേരിട്ട് കണ്ടു. ഐ സോ ഇറ്റ് എന്നല്ല. അപ്പൊ ഞാൻ കാണുന്നു എന്നിട്ട് പറയുന്നു. അപ്പൊ അവിടെ എനിക്ക് അറിവ് കിട്ടാനുള്ള മാധ്യമം, അതിന്റെ ആ ഒരു പ്രമാണം ഏതാണ്? പ്രത്യക്ഷ പ്രമാണം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് അറിവ് കിട്ടിയത്. ഏത് പ്രമാണം ഉപയോഗിച്ചിട്ട്? പ്രത്യക്ഷ പ്രമാണം ഉപയോഗിച്ചിട്ട്. അപ്പൊ പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സെൻസ് ഓർഗൻസ് തൊട്ട് മനസ്സിലാക്കുക, കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ ഒരു സെൻസ് ഓർഗൻസ് കൊണ്ട് നമ്മൾ ഒരു അറിവിലേക്ക് എത്തുന്ന ആ ഒരു മീൻസ് ഓഫ് നോളജിനാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ട് രീതിയിലുണ്ട്. പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്. ഈ ടൈപ്സ് ചിലപ്പോൾ ഒരു പരീക്ഷ ഒരു വ്യൂ പോയിന്റിൽ വന്നേക്കും എന്ന രീതിയിലാണ് പറയുന്നത്. അതിന് പ്രത്യക്ഷ പ്രമാണം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് പ്രത്യക്ഷ പ്രമാണയെ അനുഭവ സ്മൃതി എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. പ്രത്യക്ഷ പ്രമാണയെ അനുഭവം എന്നുള്ള രീതിയിലും സ്മൃതി എന്ന രീതിയിലും. അനുഭവം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പെർസെപ്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഞാൻ നേരിട്ട് മരം നോക്കി നിൽക്കുക, ഞാൻ നേരെ മരം കാണുന്നു, എന്നിട്ട് ഞാൻ പറയുന്നു എന്റെ വീടിന്റെ മുന്നിൽ മരമുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാനത് പറയുമ്പോ എന്റെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് പെർസെപ്ഷൻ, അനുഭവ എന്ന് പറഞ്ഞാല്. സ്മൃതി എന്ന് പറഞ്ഞാല് ഞാൻ വീട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഞാൻ അവിടെ മരം കണ്ടു, വീട്ടിനുള്ളിലേക്ക് പോയിരുന്ന് ലാപ്പ് തുറന്നു, ഇങ്ങോട്ട് എന്ത് പറയുന്നു, എന്റെ വീടിന്റെ മുമ്പിൽ മരമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ മരം കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ കണ്ട മരം, ഞാൻ നേരിട്ട് കണ്ട പ്രത്യക്ഷ പ്രമാണം ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ട ആ മരം ഓർത്തെടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളോട് പറയുന്നു, ആണ് സ്മൃതി എന്നുള്ളത്. അപ്പൊ നമ്മൾ വെറും ഓർത്തെടുക്കല്ല, കണ്ടതിനെ ഓർത്തെടുത്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ആണ്. അതിലൂടെ നമുക്ക് അറിവ് കിട്ടുന്നതാണ്.
അതിന് രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പെർസെപ്ഷൻ അല്ലെങ്കിൽ അനുഭവ സ്മൃതി എന്ന് പറയുന്ന പ്രത്യക്ഷ പ്രമാണം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഇതാണ്, ഡിസ്ക്രിമിനേറ്റ് ഇൻഡിസ്ക്രിമിനേറ്റ് പെർസെപ്ഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ എന്നുള്ളത്. ഇങ്ങനെ രണ്ട് രീതിയിലും ടേം കൊടുത്തുകാണ്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതൊക്കെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സവികൽപ്പക നിർവികൽപ്പക എന്ന രീതിയിൽ പഠിച്ചാലും മതി. സവികൽപ്പക അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ഡിറ്റർമിനേറ്റ് എന്നൊക്കെ പറഞ്ഞാല് നമ്മളൊരു കാണുക പറഞ്ഞാല് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് വളരെ വ്യക്തമായിട്ട് ഓരോ വസ്തുക്കളും വ്യത്യസ്തമാണല്ലോ അല്ലെ. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു പേന അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അപ്പൊ എന്റെ ഫോണ് എന്റെ പേന, അപ്പൊ ഈ ഫോണും പേനക്കും വ്യത്യസ്ത ഫിസിക്കാണുള്ളത് അല്ലെ. അപ്പൊ ഞാനൊരു പേന കാണുമ്പോൾ ഞാൻ പേന കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഞാൻ കണ്ടത് ലാപ്പല്ല, ചാർജറല്ല, ഫോണല്ല, അല്ലെങ്കിൽ മറ്റു വാട്ടർ ബോട്ടിലല്ല, ഒന്നുമല്ല, ഞാൻ കണ്ടത് പേനയാണ്. അപ്പൊ അതിന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കണ്ടു, മറ്റുള്ളതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് അതന്നെയാണെന്ന രീതിയിൽ കണ്ടു എന്നർത്ഥം. അപ്പൊ അതിൽ പൂർണ്ണമായിട്ടും അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഡിറ്റർമിനേറ്റ് ചെയ്ത് കാണാം. അതാണ് സവികൽപ്പക എന്ന് പറഞ്ഞാല്. നിർവികൽപ്പക എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഒരു സാധാരണ ഉണ്ടാവുന്ന ഒരു കാര്യം ഞാൻ അങ്ങനെ പറയും, ഞാൻ പറഞ്ഞു അങ്ങാടി കൂടെ നല്ല റഷ് ഉണ്ട്, കുറെ ആളുകൾ, നല്ല ക്രൗഡ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സുഹൈലിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കണ്ടു എന്ന് പറയാനുള്ള കാരണം ചോദിച്ചാല് ഞാൻ സുഹൈലിനെ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സുഹൈലിനെ കണ്ടു എന്നുള്ളത് പ്രത്യക്ഷ എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ക്രൗഡിൽ സുഹൈൽ ഉണ്ട്, കാരണം ഞാൻ സുഹൈലിനെ കണ്ടു. അപ്പൊ സുഹൈലിനെ കണ്ടു എന്ന് പറയാനുള്ള സംഭവം എന്താണ്, ഞാൻ ദൂരെ നോക്കുമ്പോൾ സുഹൈലിന്റെ പിറകുഭാഗം കണ്ടിട്ടുള്ളൂ, ഒരു പിറകുഭാഗം കണ്ടു എന്ന് ഞാൻ എന്ത് മനസ്സിലാക്കി, അത് സുഹൈലാണെന്ന് മനസ്സിലാക്കി. അപ്പൊ സുഹൈലാണ്, മറ്റുള്ള അത്രയും ആളുകൾ വ്യത്യസ്തമായിട്ട് സുഹൈലാണ് എന്ന രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാണുന്നില്ല. ഞാൻ ജസ്റ്റ് ആ മുടിയുടെ ബാക്ക് ഭാഗം, ആ ഷോൾഡറിന്റെ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കി, അത് സുഹൈലാണെന്ന്. അപ്പൊ ഞാൻ കാണുന്നുണ്ട്, പ്രത്യക്ഷ ഉണ്ട് അവിടെ, പക്ഷെ ആ പ്രത്യക്ഷ എന്നുള്ള നിർവികൽപ്പകയാണ്, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആയാണ് കാണുന്നത്, ഡിറ്റർമിനേറ്റ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇന്ന് ആ ടേംസ് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കട്ടോ. പ്രത്യക്ഷ പ്രമാണയുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണെന്നെങ്കിൽ മനസ്സിലുണ്ടായിരിക്കും. ഈ രണ്ടാമത്തെ ഒരു പ്രമാണയാണ് അനുമാന പ്രമാണ എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അനുമാന പ്രമാണ എന്നുള്ളത്. കാരണം ഇതിന്റെ ഇംഗ്ലീഷ് ഇൻഫറൻസ് എന്നുള്ളതാണ്. ഇൻഫറൻസ് അത് പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇൻഫറൻസ് എന്നുള്ളത് അല്ലെ. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ അതാണ് നമുക്കൊരു ആർഗ്യുമെന്റ് ഉണ്ടാവുന്നത്, ഒരു സിലോജിസം രൂപപ്പെടുന്നതൊക്കെ ഇൻഫറൻസ് ആണല്ലോ അല്ലെ. രണ്ട് പ്രമിസ് പറയുന്നു, ആ രണ്ട് പ്രമിസിൽ നിന്നും നമ്മൾ ഒരു അറിയപ്പെടാത്ത മൂന്നാമതൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ആ കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനാണല്ലോ ഇൻഫറൻസ് എന്ന് പറയാം. അത് നിങ്ങൾ പഠിച്ച ബേസിക് സാധനമാണ് കേട്ടോ. അപ്പൊ രണ്ട് പ്രമിസിൽ നിന്നും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക, അതാണ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ, അനുമാന പ്രമാണം എന്ന് പറഞ്ഞാൽ. ഇതിനെ കുറിച്ച് ഇനിയും ഡിസ്കഷൻസ് നമുക്ക് അടുത്ത സിലബസിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ട്, അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അനുമാന പ്രമാണം എന്നുള്ളത് അത് ഉൾക്കൊള്ളുന്നു ഇൻഫറിങ് അൺനോൺ നോളജ് ഫ്രം നോൺ ഫാക്ട്സ്, അറിയുന്ന കാര്യത്തിൽ നിന്നും. ഇപ്പൊ പ്രമിസുകൾ ഫസ്റ്റ് പറയും, പ്രമിസ് എന്ന് പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളായിരിക്കും, അതിൽ നിന്നും അറിയപ്പെടാത്തൊരു കാര്യത്തിലേക്ക്, അതിനാണ് കൺക്ലൂഷൻ എന്ന് പറയലേ, അതിലേക്ക് നമ്മൾ ഇൻഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ അനുമാന പ്രമാണം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണം, പൊതുവേ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം എന്നുള്ളത്, ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, ഒരാളങ്ങ് നടന്നു പോകുന്ന സമയത്ത് വലിയൊരു മല കാണുന്നു, ആ മലക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു പുക ഇങ്ങനെ പൊന്തുന്നത് കണ്ടു. അപ്പൊ ഒരാളിങ്ങനെ നടന്നു പോകുന്നു, അയാള് താഴ്വര മലയുടെ അടിവാരത്തിലൂടെ നടന്നു പോവാണ്, അയാൾക്ക് മുമ്പിൽ വലിയൊരു മല കാണുന്നു, ആ മലക്ക് മുകളിലൂടെ ഇങ്ങനെ പുക പൊന്തുന്നത് കാണുന്നു. അപ്പൊ അയാൾ ഇൻഫർ ചെയ്യാം. അപ്പൊ അയാൾ എന്ത് കാണുന്നു, അവിടെ ഒരു മലയുണ്ട്, ആ മലയിൽ പുക പൊന്തുന്നുണ്ട്. ഈ രണ്ട് കാര്യം കാണുമ്പോൾ ഇതിൽ നിന്ന് അയാൾ എന്ത് ഇൻഫർ ചെയ്യാം, ദേർ ഈസ് ഫയർ, അവിടെ തീ ഉണ്ട് എന്ന് അയാൾ ഇൻഫർ ചെയ്യാം. ഓക്കെ, ഇതിനാണ് അനുമാനം എന്ന് പറയാം. അപ്പൊ അയാൾ അനുമാനിക്കുകയാണ്, ഇൻഫർ ചെയ്യാണ്. കാരണം ആള് നേരിട്ട് കാണുന്നത് ഒരു മലയാണ് കാണുന്നത്, മലയുടെ അപ്പുറം ആൾക്ക് കാണാനില്ല, ആൾ കാണുന്നത് മലന്റെ മുകളിൽ ഇങ്ങനെ പുക പൊന്തുന്നത് കാണുന്നത്. അപ്പൊ ആൾ ഇൻഫർ ചെയ്യാണ് അവിടെ തീ ഉണ്ട്. കാരണം എന്താണ്, കാരണം അവിടെ സ്മോക്ക് ഉണ്ട്, സ്മോക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ടായിരിക്കും, തീ ഉണ്ടായിരിക്കും. കണ്ടോ. അപ്പൊ ഇതൊരു നമ്മൾ അറിയുന്ന കാര്യം എന്തൊക്കെയാണ്, മലയുണ്ട്, പുകയുണ്ട്, അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എവിടൊക്കെയോ സ്മോക്ക് ഉണ്ടോ അവിടെയൊക്കെ പുകയുണ്ടായിരിക്കും, അല്ല എവിടൊക്കെയോ സ്മോക്ക് ഉണ്ടോ അവിടെയൊക്കെ ഫയർ, തീ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് അറിയാത്തൊരു കാര്യമുണ്ട്, നമ്മൾ കാണാത്ത അറിയാത്തൊരു കാര്യമുണ്ട്, എന്താണ്, അവിടെ തീ ഉണ്ട് എന്ന കാര്യം. അത് നമ്മൾ എന്ത് ചെയ്യാണ്, അനുമാനിച്ചെടുക്കുകയാണ്. അതാണ് അറിയുന്ന കാര്യത്തിൽ നിന്നും ഇൻഫറിങ് അൺനോൺ നോളജ്, അറിയപ്പെടാത്ത ഒന്നിലെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതിനാണ് അനുമാന പ്രമാണം എന്ന് പറയുക. മൂന്നാമത് ശബ്ദ പ്രമാണയാണ്, വേർബൽ ടെസ്റ്റിമണി എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് അത്
ഒരു റിലയബിൾ സോഴ്സിൽ നമുക്കൊരു അറിവ് കിട്ടുക. നമ്മൾ പറയുന്ന നമ്മുടെ ഒരു ജോഗ്രഫി പഠിപ്പിക്കുന്ന അധ്യാപകൻ നിന്നോട് എന്ത് പറഞ്ഞു? മൗണ്ട് എവറസ്റ്റ് ആണ് ടാളസ്റ്റ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞാല്, അപ്പൊ അയാള് ജോഗ്രഫി പഠിപ്പിക്കുന്ന ടീച്ചറാണ്, അയാൾ ആ വിഷയത്തിൽ ഒരു അതോറിറ്റി ആണല്ലോ അല്ലെ? അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് സ്വീകരിക്കുക. അപ്പൊ ഞാൻ ഒരാൾ പറഞ്ഞു മൗണ്ട് എവറസ്റ്റ് ഈസ് എ ടാളസ്റ്റ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞാല്, ഈ അറിവ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയ വെച്ചാല് മൈ ജോഗ്രഫി ടീച്ചർ സെഡ് മീ എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഒരു റിലയബിൾ സോഴ്സിലൂടെ നമുക്ക് കിട്ടുന്ന നോളജ്, ഇതിനാണ് ശബ്ദപ്രമാണം എന്ന് പറയാം. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്, ഈ ശബ്ദപ്രമാണം അംഗീകരിക്കാത്ത സ്കൂളുകളുണ്ട്. ഞാൻ ഒരാൾ പറഞ്ഞത് എത്ര റിലയബിൾ സോഴ്സ് പേഴ്സൺ ആണെങ്കിലും അയാൾ പറഞ്ഞത് എന്നുകൊണ്ട്, ഇന്ന പുസ്തകത്തിലുണ്ട് എന്നുകൊണ്ടൊന്നും അത് അറിവിന്റെ മാധ്യമമാവൂല എന്ന് പറയുന്ന സ്കൂളുകളുണ്ട്. അത് അതിന്റെ അറിവിന്റെ മാധ്യമമാണ്, വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആണ് എന്ന് പറയുന്ന സ്കൂളുകളുണ്ട്. അപ്പൊ അതാണ് ശബ്ദപ്രമാണ, വെർബൽ ടെസ്റ്റിമണി. ഇനി ഉപമാന പ്രമാണം. ഉപമാന പ്രമാണം എന്ന് പറഞ്ഞാല് ഉപമിക്കുക എന്ന വാക്ക് തന്നെ ഉണ്ടായിരുന്നു അല്ലെ? കമ്പാരിസൺ അനാലജി. നമ്മളൊരു ഉപമ നടത്തിക്കാണ്ട്, കമ്പാരിസൺ നടത്തിക്കാണ്ട് നമുക്ക് അറിവ് കിട്ടാം. അപ്പൊ അറിവ് കിട്ടാനുള്ള മാധ്യമം എന്നുള്ളത് കമ്പാരിസൺ ആണ്, ഉപമാന പ്രമാണയാണ്. ഒരു ഉദാഹരണം പറയാണ്, ഇങ്ങനെ ഒരു നഗരവാസി ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു വൈൽഡ് കോ കാണാത്ത ഒരു കാട്ടുപോത്തിനെയോ ഒന്നും കാണാത്ത ഒരാള്, കാണാത്ത ഒരു വ്യക്തി ഒരു സിറ്റി മാനോട് നമ്മൾ പറയാണ്, ഈ വൈൽഡ് കോ എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ കാണുന്ന കൗ പോലെ തന്നെയുള്ള ഒരു മൃഗമാണെന്ന് പറഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞത്? വൈൽഡ് കോ അയാൾ കണ്ടിട്ടില്ല, അയാൾ കണ്ടെന്താണ് നമ്മുടെ നാട്ടിൻപുറത്തുള്ള കൗസിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, വൈൽഡ് കോ എന്ന് പറഞ്ഞാല് അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കൗ പോലെയുള്ള ഒരു എനിമലാണെന്ന് പറഞ്ഞു. പിന്നെ അയാൾ എപ്പോഴോ കാട്ടില് അയാൾ പോയ സമയത്ത് അയാൾ ഈ വൈൽഡ് കോനെ കണ്ടു. അയാൾ മുമ്പ് വൈൽഡ് കോ കണ്ടിരുന്നോ? ഇല്ല. അയാളെ മനസ്സിൽ എന്താ ഉള്ളത്? നമ്മുടെ നാട്ടിലെ മൃഗത്തെ പോലെയുള്ള ഒരു മൃഗം എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ആണ് അയാളെ മനസ്സിലുള്ളത്. എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ മനസ്സിലുള്ളത്. ആ കമ്പാരിസൺ അയാൾ ഇവിടെ അപ്ലൈ ചെയ്ത അയാൾക്ക് എന്ത് മനസ്സിലായി? ഇത് വൈൽഡ് കോ എന്ന് മനസ്സിലായി. അപ്പൊ ഈ അറിവ് കിട്ടാനുള്ള മാധ്യമം എന്താണ്? ആ ഒരു കമ്പാരിസൺ. അയാളെ മനസ്സിൽ എന്തുണ്ട്? വൈൽഡ് കോ എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ അയാൾ കണ്ടിട്ടുള്ള ആ ഒരു പശു പോലെയുള്ള കൗ പോലെയുള്ള ഒരു അനിമൽ ആണെന്ന് അയാളെ മനസ്സിലുണ്ട്. ആ കമ്പാരിസൺ ബേസ് ചെയ്ത് കണ്ട ആൾ എന്ത് ചെയ്തു? അയാൾക്ക് അറിവ് കിട്ടി ഇതെന്താണ്? വൈൽഡ് കോ ആണെന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു നോളജ് എന്നുള്ളത് ഇസ് ഔട്ട്കം ഓഫ് കൺജങ്ഷൻ വിത്ത് നോളജ് ഓഫ് ദ കൗ. നേരത്തെ പറഞ്ഞ ആ ഒരു കൗ കുറിച്ചുള്ള അറിവുണ്ടല്ലോ, ആയിട്ടുള്ള ഒരു കമ്പാരിസൺ സംഭവിച്ചപ്പോഴാണ് അതിന്റെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു അറിവ് കിട്ടിയത്. അപ്പൊ ഉപമാന പ്രമാണം, കമ്പാരിസൺ ട്ടോ. ഇനി അഞ്ചാമത്തത് അർത്ഥപത്തി പ്രമാണം, പ്രിസംഷൻ, അസംഷൻ എന്നൊക്കെ ഇതിന് പറയാം. അപ്പൊ അർത്ഥപത്തി എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യം അസ്യൂം ചെയ്യാം, നമ്മള് അങ്ങ് ഊഹിച്ചെടുക്കുക. ആ ഊഹിച്ചെടുക്കണേൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുക്കുന്നത്, ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ അപ്പാരന്റ്ലി ഇൻകൺസിസ്റ്റന്റ് ഫാക്ട്സ്. നമ്മളൊരു കാര്യം അങ്ങനെ ഊഹിച്ചെടുക്കുക. അത് ഊഹിച്ചെടുത്തില്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ചാല് അവിടെ ഒരു പൊരുത്തക്കേട് സംഭവിക്കും, ഒരു ഇൻകൺസിസ്റ്റൻസി സംഭവിക്കും, അവിടെ ഒരു വൈരുദ്ധ്യം, ഒരു പൊരുത്തമില്ലായ്മ സംഭവിക്കും അവിടെ. അപ്പൊ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ അസ്യൂം ചെയ്യണം. അപ്പൊ അതിനാണ് ഈ പറയുന്ന അർത്ഥപത്തി പ്രമാണം എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. ഈ ദേവദത്ത എന്ന് പറഞ്ഞ ഉദാഹരണം വെച്ചാൽ തന്നെ നമുക്ക് ഉറപ്പാണ് അർത്ഥപത്തിക്കാണ്ടോ ഈ ഉദാഹരണം വരല്. അപ്പൊ തന്നെ നമുക്ക് അർത്ഥപത്തിയാണെന്ന് പറയാനും പറ്റും. ദേവദത്തിന്റെ ഉദാഹരണം അധികം വരില്ല അങ്ങനെയാണ്. അപ്പൊ ദേവദത്ത ഈസ് അലൈവ് ആൻഡ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ഹിസ് ഹോം. ദേവദത്ത ജീവിച്ചിരിപ്പുണ്ട്, ഇത് നമുക്കറിയാം. അയാൾ വീട്ടിൽ നോക്കിയപ്പോൾ വീട്ടിൽ കാണാനുമില്ല. അപ്പൊ ദേവദത്ത ജീവിച്ചിരിപ്പുണ്ട്, അയാൾ വീട്ടിലില്ല. ഈ രണ്ട് കാര്യം കിട്ടിയാല് ഇതിനിടയിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട് അല്ലെ? ഒരു പൊരുത്തക്കേടുണ്ട്. അയാൾ ജീവിച്ചിരിപ്പുണ്ട്, നാളെ നോക്കി വീട്ടിൽ കാണുന്നില്ല. ഈ പൊരുത്തക്കേട് മാറണം എന്നുണ്ടെങ്കിൽ അയാൾ മൂന്നാമത് ഒരു കാര്യം എന്ത് ചെയ്യണം? അയാൾ അസ്യൂം ചെയ്യണം. ഇൻഫർ ചെയ്യല്ല കേട്ടോ, അയാള് ഒരു ഇൻഫറൻസിലേക്ക് എത്തല്ല, അയാൾ അസ്യൂം ചെയ്യാണ് ഹീസ് എൽസ്വെയർ, അയാള് വീടിന് പുറത്തെവിടെയോ ഉണ്ട്. അങ്ങനെ അസ്യൂം ചെയ്തില്ലെങ്കിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ട്, നാളെ പെരയിലും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഇൻകൺസിസ്റ്റൻസി സംഭവിക്കുന്നുണ്ട്. ആ ഇൻകൺസിസ്റ്റൻസി നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്? അയാൾ വീടിന് പുറത്ത് വെളിയിൽ എവിടെയോ ഉണ്ട് എന്നുള്ളത്. കാരണം അത് ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റൂല. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ഈ ഒരു ഇൻകൺസിസ്റ്റൻസി നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. വേറെ ഉദാഹരണം നോക്കാം. ഇഫ് ദേവദത്ത ഈസ് ഫാറ്റ് ആൻഡ് ഡസ് നോട്ട് ഈറ്റ് ഡ്യൂറിംഗ് ഡേ. ദേവദത്ത ഫാറ്റ് ആണ്, നമ്മൾ നോക്കുമ്പോൾ ദേവദത്ത നല്ല ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അയാൾ പകലൊന്നും കഴിക്കുന്നുമില്ല. അപ്പൊ ഇത് രണ്ട് കാര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന് എന്ത് ഇൻഫർ ചെയ്ത് നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? അപ്പൊ ഇവിടെ ഒരു ഇൻകൺസിസ്റ്റന്റ് പൊരുത്തക്കേടുണ്ട്. ഒരാൾ നല്ല ഫാറ്റ് ഉണ്ടാവുക, ഒന്നും കഴിക്കുന്നില്ല എന്നുള്ളത്, പകലൊന്നും കഴിക്കുന്നില്ല എന്നുള്ളത്.
അപ്പൊ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം, ഒരു അർത്ഥപത്തി, ഒരു കാര്യം അസ്യൂം ചെയ്യണം. അതെന്താണ്? വി പ്രസ്യൂം ദാറ്റ് ഹി മസ്റ്റ് ബി ഈറ്റിംഗ് ഡ്യൂറിംഗ് നൈറ്റ്. ആള് രാത്രി ഭക്ഷിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അറിവ്, ആള് രാത്രി ഭക്ഷിക്കുന്നുണ്ടെന്നുള്ള അറിവ് കിട്ടുന്നത് അയാള് ഫാറ്റ് ആണ്, പകലൊന്നും കഴിക്കണില്ല. അപ്പൊ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ എന്തെന്നെ അസ്യൂം ചെയ്യണം? ആള് രാത്രി കഴിക്കുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യണം. ഇതിനാണ് അർത്ഥപത്തി പ്രമാണ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഒടുവിൽ 6ാമത്തെ പ്രമാണ എന്നുള്ളത് അനുപലബ്ധി പ്രമാണയാണ്, നൺ അപ്രിഹെൻഷൻ എന്നുള്ളതാണ്. ഇത് ഒരു അദ്വൈത വേദാന്തം മാത്രം അംഗീകരിക്കുന്ന കുമാരില ഭട്ടാചാര്യർ മാത്രം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറഞ്ഞ ആളുകൾ മാത്രം പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള ഒരു 6ാമത്തെ പ്രമാണയാണ് അനുപലബ്ധി പ്രമാണ എന്നുള്ളത്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു കാര്യം അബ്സെൻസ്, ഇല്ലായ്മ എന്നുള്ളതും അറിയണമല്ലോ. ഇപ്പൊ ഞാന് ടേബിൾ നമുക്ക് നോക്കി അവിടെ പുസ്തകം കാണുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അവിടെ പുസ്തകം ഇല്ല എന്ന അറിവ് കിട്ടിയില്ലേ? അപ്പൊ അബ്സെൻസിന്റെ നോളജ്, അപ്പൊ ഇല്ലായ്മ എന്നുള്ളത്. ഇപ്പൊ നൺ അപ്രിഹെൻഷൻ, നമ്മൾ കാണുന്നില്ല, കാണാത്തത് കാരണത്താൽ നമ്മൾ നോക്കുമ്പോൾ ടേബിൾ നോക്കുമ്പോൾ പുസ്തകം കാണുന്നില്ല, പെർസീവ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പുസ്തകം ഇല്ല എന്ന് അറിവ് നമുക്ക് കിട്ടി. ഇതും ഒരു പ്രമാണയാണ് എന്ന് ഈ പറയുന്ന കുറഞ്ഞ ആളുകൾ പറയുന്നു. ബാക്കിയുള്ള സ്കോളേഴ്സ് ഒക്കെ എന്ത് പറയും? ഇത് നമ്മുടെ പ്രത്യക്ഷ പ്രമാണയിൽ തന്നെ വരുന്നുണ്ട്, നെഗറ്റീവും പ്രത്യക്ഷ പ്രമാണയിൽ തന്നെ വരുന്നുണ്ട് എന്നും പറയും. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട സ്കൂളുകൾ, ആ സ്കൂളുകൾ അംഗീകരിക്കുന്ന പ്രമാണാസ് ഏതൊക്കെ എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം വരുന്നത് ചാർവാകയാണ്. ചാർവാക എന്നുള്ളത് ഒരു മെറ്റീരിയലിസ്റ്റ് സ്കൂളാണ്. ചാർവാക എന്നുള്ളത് ഒരു മെറ്റീരിയലിസ്റ്റ് സ്കൂളാണ്, കൂടുതൽ ഭൗതികവാദികളായ സ്കൂളാണ്. അപ്പൊ അവര് എന്ത് മാത്രമേ സ്വീകരിക്കുള്ളൂ? ഒരു ചാർവാകൻസ് സോറി അവര് യഥാർത്ഥ വിശ്വസിക്കാൻ പറ്റുന്ന യഥാർത്ഥ സോഴ്സ് ഓഫ് നോളജ് ആയിട്ട്, വാലിഡ് ആയ സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്നത് എന്തിനെ മാത്രമേ ഉള്ളൂ? ഈ പ്രത്യക്ഷ പ്രമാണ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, പെർസെപ്ഷന് മാത്രം അംഗീകരിക്കുള്ളൂ. അപ്പൊ പെർസെപ്ഷന് മാത്രം അംഗീകരിക്കുന്ന ഒരേ ഒരു സ്കൂൾ ഉള്ളത് ഏതാണ്? ചാർവാക എന്നുള്ളതാണ്. അപ്പൊ ചാർവാകൻസ് അവര് നേരിട്ട് തൊടുക, അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? വൃക്ഷത്തെ കുറിച്ച് അറിവുണ്ടാവുള്ളൂ. അല്ലാതെ ഇൻഫർ ചെയ്തെടുക്കുക, അസ്യൂം ചെയ്തെടുക്കുക, കമ്പയർ ചെയ്തിട്ടോ ഒരാൾ പറഞ്ഞു കേട്ടിട്ടോ ഇല്ലായ്മയിൽ നിന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറിവ് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് കൂടുതൽ ഭൗതികവാദികളാകുമ്പോൾ ഈ രീതിയിലാണല്ലോ അവർ ചിന്തിക്കുക. അപ്പൊ ചാർവാക എന്നുള്ളത് അവരെന്തേ സ്വീകരിക്കുന്നുള്ളൂ? 6 പ്രമാണാസിൽ വാലിഡ് ആയിട്ട് സ്വീകരിക്കുന്നത് ഏതിനെ മാത്രമേ ഉള്ളൂ? പെർസെപ്ഷൻ എന്ന് പറയുന്ന പ്രത്യക്ഷ പ്രമാണെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. പിന്നെ രണ്ടാമത് വൈശേഷിക. വൈശേഷിക എന്ന് പറയുന്ന സ്കൂള് എന്നുള്ളത് ഇപ്പൊ ചാർവാക പറഞ്ഞു. ഇനി വൈശേഷിക 2 പ്രമാണാസിനെ അവർ വാലിഡ് അംഗീകരിക്കുന്നുണ്ട്, പ്രത്യക്ഷ പ്രമാണയും അനുമാന പ്രമാണയും. ചാർവാക എന്നുള്ളത് പ്രത്യക്ഷ മാത്രമേ ഉള്ളൂ, പെർസെപ്ഷൻ മാത്രമേ ഉള്ളൂ. വൈശേഷിക എത്തുമ്പോൾ അവർ പ്രത്യക്ഷ പ്രമാണയും അനുമാന പ്രമാണയും എന്തുണ്ട്? അവര് വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇനി ബുദ്ധിസത്തിലേക്ക് വരുമ്പോൾ അവര് ഈ പറയുന്ന അതേപോലെ തന്നെ വൈശേഷികയുടെ അതേപോലെ തന്നെ ബുദ്ധിസം എന്നുള്ളതും പ്രത്യക്ഷ പ്രമാണ അനുമാന പ്രമാണം. അപ്പൊ ബുദ്ധിസവും വൈശേഷിക എന്നുള്ളത് 2 സ്കൂളുകളും എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രത്യക്ഷ പ്രമാണ അനുമാന പ്രമാണം എന്ന് പറയുന്ന 2 പ്രമാണാസിനെ അവർ വാലിഡ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇതിൽ 2 വ്യത്യസ്തമായി കൊടുക്കാൻ കാരണം വൈശേഷിക എന്നുള്ളത് എന്താണ്? ഇത് ആസ്തിക് സ്കൂളാണ്. ബുദ്ധിസം എന്നുള്ളത് നാസ്തിക് സ്കൂളാണ്. അപ്പൊ ആസ്തിക് സ്കൂള്, നാസ്തിക് സ്കൂള്. ബുദ്ധിസം ഉള്ളത് നാസ്തിക് സ്കൂളാണ്, വൈശേഷിക എന്നുള്ളത് ആസ്തിക് സ്കൂളാണ്. ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ചാർവാക പെർസെപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വൈശേഷിക പറഞ്ഞു പെർസെപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അത് പ്രത്യക്ഷയുണ്ട് അനുമാനം ഉണ്ട് എന്ന് പറഞ്ഞു. ബുദ്ധിസത്തിലേക്ക് കടക്കുമ്പോൾ ഇതേപോലെ പ്രത്യക്ഷയുണ്ട് അനുമാനം ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ മറ്റ് 3 സ്കൂളുകൾ, ഒരു സാഖ്യ യോഗ വേദാന്തം, ഈ 3 സ്കൂളുകളും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 3 സ്കൂളുകളും നേരത്തെ പറഞ്ഞ 2 പ്രമാണാസ് ഉണ്ടല്ലോ, പ്രത്യക്ഷ അനുമാന, അതിന്റെ അപ്പുറം ശബ്ദ പ്രമാണയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? സാഖ്യ യോഗ വേദാന്ത എന്ന് പറയുന്ന 3 സ്കൂളുകളും, ഇത് വ്യത്യസ്ത സ്കൂളാട്ടോ. സാഖ്യ വേറെ സ്കൂളാണ്, യോഗ വേറെ സ്കൂളാണ്, വേദാന്ത വേറെ സ്കൂളാണ്. പക്ഷെ ഈ 3 സ്കൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 3 പ്രമാണാസിനെ അംഗീകരിക്കുന്നുണ്ട്, പ്രത്യക്ഷ പ്രമാണ, അനുമാന പ്രമാണ, അതിന്റെ അപ്പുറം ശബ്ദ പ്രമാണയെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? വാലിഡ് സോഴ്സ് ഓഫ് നോളജ് അംഗീകരിക്കുന്നുണ്ട്. ഈ 3ഉം ആസ്തിക സ്കൂളാണ്. ജൈനിസം എന്നുള്ളത് ഒരു നാസ്തിക് സ്കൂളാണ് വ്യത്യസ്തമായി കൊടുത്തത്. ജൈനിസം ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സാഖ്യ യോഗ വേദാന്തയെ പോലെ തന്നെ ജൈനിസവും ഈ 3 സ്കൂളുകൾ, 3 പ്രമാണാസാണ് എന്ത് ചെയ്യുന്നത്? വാലിഡ് ആയിട്ട് അംഗീകരിക്കുന്നത്. ഇനി ന്യായയിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടി പ്രത്യക്ഷ അനുമാന ശബ്ദ, അതിന് ഒന്നുകൂടി ഉപമാന, ആ ഒരു കമ്പാരിസനെയും എന്ത് ചെയ്യുന്നുണ്ട്? ന്യായ എന്നുള്ളത് വാലിഡ് ആയിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്. ഇനി മീമാംസ എന്നുള്ളത് പൂർവ്വമീമാംസ എന്ന് പറയും നമ്മൾ. പൂർവ്വമീമാംസ അതാണ് പൊതുവെ മീമാംസ എന്ന് പറയുന്നത്. ഇവര് 5 പ്രമാണാസ് അംഗീകരിക്കുന്നുണ്ട്, പ്രത്യക്ഷ പ്രമാണ, അനുമാന പ്രമാണ, ശബ്ദ പ്രമാണ, ഉപമാന പ്രമാണ. അതിന്റെ അപ്പുറം നമ്മൾ ദേവദത്തന്റെ ഉദാഹരണം പറഞ്ഞ അസംഷന് പ്രിസംഷന്റെ സാധനം ഉണ്ടല്ലോ, അർത്ഥപത്തി,
അതും എന്ത് ചെയ്യുന്നുണ്ട്? മീമാംസ വാലിഡ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ആഹ് ചാർവാക എന്നുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? പെർസെപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ? അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രമാണം മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് വൈശേഷിക കടക്കുമ്പോ ഏതൊക്കെ ഉണ്ടായി? വൈശേഷിക മാത്രമല്ല, വൈശേഷിക ഉണ്ട്, അതേപോലെ തന്നെ ബുദ്ധിസം ഉണ്ട് അല്ലെ? രണ്ട് സ്കൂളും പ്രത്യക്ഷയും ഉണ്ട്, അനുമാനിയുണ്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞതാണ് നമ്മള് സാങ്ക്യ, യോഗ, വേദാന്ത, ജൈനിസം. ഈ 4 സ്കൂളുകളും, ഇത് വൈശേഷിക, വേദാന്ത, ഈ 4 സ്കൂളുകളും പ്രത്യക്ഷ പ്രമാണം സ്വീകരിക്കുന്നുണ്ട്, അനുമാന പ്രമാണം സ്വീകരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ശബ്ദ പ്രമാണം സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ മനസ്സിൽ വെച്ച് പഠിക്കട്ടോ. സ്വീകരിക്കുന്നുണ്ട്. ഇനി അവശേഷിക്കുന്നത് ന്യായാണ്. ന്യായ സ്കൂൾ എന്നുള്ളത് 4 പ്രമാണം സ്വീകരിക്കുന്നുണ്ട്: പ്രത്യക്ഷ പ്രമാണ, അനുമാന പ്രമാണ, ശബ്ദ പ്രമാണ, അതിനൊപ്പം ഉപമാന പ്രമാണം അവർ അംഗീകരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലുള്ളത് മീമാംസയാണ്, പൂർവ്വ മീമാംസയാണ്. മീമാംസ എന്ന് പറയുമ്പോൾ അവര് 5 ഈ 4 പ്രത്യക്ഷ, അനുമാന, ശബ്ദ, ഉപമാന, അർത്ഥപത്തി, ഇങ്ങനെ 5 എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. ഇനി അദ്വൈത വേദാന്ത, ഈ വേദാന്തയിലെ വേറൊരു വിഭാഗമാണ് അദ്വൈത വേദാന്ത എന്നുള്ളത്. ശങ്കരാചാര്യരുടെ ഒക്കെയാണ് വേദാന്ത എന്നുള്ളത്, അദ്വൈത വേദാന്ത എന്നുള്ളത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതിനപ്പുറം അനുപലബ്ധിയെയും കൂടി സ്വീകരിക്കുന്നുണ്ട്. അനുപലബ്ധി. അപ്പൊ 6 പ്രമാണാസിന് ഈ അദ്വൈത വേദാന്തം അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട പ്രമാണാസും ഈ പ്രധാനപ്പെട്ട സ്കൂളുകൾ ഏതൊക്കെ പ്രമാണാസിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരാണത്. അപ്പൊ ഇത് പല രീതിയിലും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരാം. ഓക്കെ, താങ്ക് യു.